നമസ്കാരം. ദിവസത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രി വിട്ടു. വെള്ളിയാഴ്ച പുലർച്ചെ 4-ഓടെയാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത്. തുടർ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. കണ്ണൂരിൽ നിന്ന് ഔദ്യോഗിക വാഹനത്തിൽ റോഡ് മാർഗമാണ് മന്ത്രി തലസ്ഥാനത്തേക്ക് തിരിച്ചത്. മന്ത്രിക്ക് അടിയന്തര ശസ്ത്രക്രിയ വേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് കഴിഞ്ഞ ദിവസം മെഡിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. മന്ത്രിക്ക് കഴുത്തിലേറ്റ ക്ഷതത്തിൻ്റെ ഭാഗമായി വലതു കൈയിലേക്കും തലയുടെ പിൻഭാഗത്തേക്കും പടരുന്ന വിധത്തിലുള്ള കടുത്ത വേദനയ്ക്ക് നൽകി വരുന്ന ചികിത്സയുടെ പശ്ചാത്തലത്തിലാണ് ബോർഡിൻ്റെ വിലയിരുത്തൽ. MRI റിപ്പോർട്ട് പ്രകാരം കഴുത്തിലെ കശേരുക്കൾക്കിടയിലുള്ള ഡിസ്കുകൾ 2 ഇടങ്ങളിൽ നാഡീമൂലാഗ്രങ്ങളിൽ അമർന്നുള്ള സമ്മർദ്ദം കാരണമാണ് കടുത്ത വേദന അനുഭവപ്പെടുന്നതെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. അതേസമയം സംഭവത്തിൽ കോൺഗ്രസും CPM-ഉം തെരുവിലും സൈബറിടത്തിലും പോര് തുടരുകയാണ്. മന്ത്രിയെ അപായപ്പെടുത്താനുള്ള ആസൂത്രിത ശ്രമം എന്നതാണ് CPM ഉയർത്തുന്ന വാദം. മന്ത്രിക്ക് എതിരെ ഉണ്ടായ ആക്രമണം ഗുണ്ടായിസമാണെന്നും ആസൂത്രിത ഗൂഢാലോചനയുണ്ടെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രിയെ വധിക്കാനായിരുന്നു ശ്രമമെന്നാണ് മുതിർന്ന CPM നേതാവ് MV ജയരാജൻ്റെ പ്രതികരണം. കള്ളപ്രചാരണവും കപട നാടകവുമാണെന്നാണ് കോൺഗ്രസിൻ്റെ മറുവാദം. ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദൃശ്യമെങ്കിലും തെളിവ് തരൂ എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യം. മന്ത്രി ആശുപത്രി വിട്ടതിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കളടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ ഔദ്യോഗിക ഡിസ്ചാർജ് സമയമായ രാവിലെ 10 മണി എന്നതുൾപ്പെടെ യാതൊരു പ്രോട്ടോക്കോളും പാലിക്കാതെ കഴുത്തിന് ഗുരുതര പരിക്കേറ്റിട്ടും കാറിൽ 10 മണിക്കൂർ യാത്ര ചെയ്യാൻ അനുവദിച്ച് മന്ത്രിയുടെ ആരോഗ്യം വെച്ച് കളിക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ അന്വേഷണം വേണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി ഫേസ്ബുക്കിൽ കുറിച്ചു. ഗുരുതര അവസ്ഥയിലുള്ള രോഗിയെ ഡിസ്ചാർജ് ചെയ്ത് ആംബുലൻസ് ഇല്ലാതെ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കാറിൽ പറഞ്ഞയച്ചത് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് VT ബൽറാമും സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. വീഴ്ചയിൽ വകുപ്പ് മന്ത്രി തന്നെ മുൻകൈയെടുത്ത് അന്വേഷണം നടത്തണമെന്നും ബൽറാം ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഹാജരാക്കുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചതിൽ വിമർശനവുമായി DYFI സംസ്ഥാന സെക്രട്ടറി വസീഫും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ കാൽ തല്ലി ഒടിക്കുന്നവർക്ക് DYFI ഇനാം പ്രഖ്യാപിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നായിരുന്നു വസീഫിൻ്റെ മറുചോദ്യം. ആരോഗ്യമന്ത്രിയെ ആക്രമിച്ച കേസിൽ KSU ജില്ലാ പ്രസിഡന്റ് MC അതുലടക്കം 5 പ്രവർത്തകരാണ് റിമാൻഡിലായത്. മന്ത്രിയുടെ വാഹനത്തിന് മുന്നിലെ ഫ്ലാഗ് പോസ്റ്റ് നശിപ്പിച്ചതുൾപ്പെടെ കുറ്റങ്ങൾ ചുമത്തി യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് KK ഷിനോജ് അടക്കം 6 പേരെയും ഇതിനകം റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ ദേശീയ വാർത്തയിലേക്ക്. ഡൽഹി രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ച മദ്യനയ കേസിൽ മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയെയും കോടതി കുറ്റവിമുക്തരാക്കി. CBI സമർപ്പിച്ച കുറ്റപത്രം പരിഗണിച്ച ഡൽഹി റൌസ് അവന്യൂ കോടതി കെജ്രിവാളിനും സിസോദിയയ്ക്കുമെതിരെ ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്ന് വ്യക്തമാക്കുകയായിരുന്നു. പ്രഥമ ദൃഷ്ട്യാ ഈ നേതാക്കൾക്കെതിരെ ഗൂഢാലോചന തെളിയിക്കാൻ CBIക്ക് കഴിഞ്ഞില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. 1-ാം പ്രതി കുൽദീപ് സിംഗ് അടക്കം 23 പേരെയും കോടതി കേസിൽ വെറുതെ വിട്ടു. കേസ് അന്വേഷിച്ച CBI ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. നീണ്ട കാലത്തെ നിയമ പോരാട്ടങ്ങൾക്കും ജയിൽവാസത്തിനും ശേഷമാണ് സത്യം ജയിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനവുമായി ആം ആദ്മി ഈ വിധിയെ വരവേൽക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ കോടതി പറഞ്ഞത്? നമുക്ക് പരിശോധിക്കാം. കെജ്രിവാളിന് മദ്യനയത്തിൽ നേരിട്ടുള്ള ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് തെളിയിക്കാൻ മതിയായ തെളിവുകളില്ല എന്നാണ് കോടതി വിലയിരുത്തിയത്. ഗൗരവതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അവ തെളിവുകളുടെ അടിസ്ഥാനത്തിലാകണം, അല്ലാതെ വെറും നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാകരുതെന്ന് കോടതി CBIയെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. മനീഷ് സിസോദിയയ്ക്കും മറ്റ് 21 പേർക്കെതിരെയുമുള്ള ആരോപണങ്ങളും കോടതി തള്ളിക്കളയുന്നു. അഴിമതി നടന്നു എന്നതിന് കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ അന്വേഷണ ഏജൻസിക്ക് സാധിച്ചില്ല എന്നതിലേക്കാണ് കോടതി വിരൽ ചൂണ്ടിയത്. വിധിക്ക് പിന്നാലെ കെജ്രിവാൾ നടത്തിയ പ്രതികരണം ഏറെ വൈകാരികമായിരുന്നു. തങ്ങളെയും പാർട്ടിയെയും തകർക്കാൻ കരുതിക്കൂട്ടി കെട്ടിച്ചമച്ച കേസായിരുന്നു ഇതെന്നും ഒടുവിൽ നീതി വിജയിച്ചുവെന്നും കെജ്രിവാൾ പറയുന്നുണ്ട്. 156 ദിവസമാണ് കേസിൽ കെജ്രിവാളിന് ജയിൽ കഴിയേണ്ടി വന്നത്. കോടതിയിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടതിന് പിന്നാലെ വിങ്ങിപ്പൊട്ടിയായിരുന്നു കെജ്രിവാളിൻ്റെ പ്രതികരണം. വിധിക്ക് പിന്നാലെ സത്യമേവ ജയത എന്നായിരുന്നു മനീഷ് സിസോദിയയുടെ പ്രതികരണം. നീണ്ട 17 മാസത്തെ ജയിൽവാസത്തിന് ശേഷം പാർട്ടിക്കും തനിക്കും ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണിതെന്ന് സിസോദിയ പറയുന്നു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വന്ന ഈ കോടതി വിധി ആം ആദ്മി പാർട്ടിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നു എന്ന AAPയുടെ ആരോപണങ്ങൾക്ക് ഈ വിധി ശക്തി പകരുക കൂടിയാണ്.
മദ്യനയക്കേസ് എന്ന വിവാദത്തിന് കോടതിയിൽ ഒരു വലിയ തിരശ്ശീല വീഴുമ്പോൾ ഇത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പാണ്. ഇനി ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്തയിലേക്ക്. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂൾ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. തങ്ങളുടെ ക്ഷമ നശിച്ചിരിക്കുന്നു എന്നും അഫ്ഗാനിസ്ഥാനുമായി ഒരു തുറന്ന യുദ്ധത്തിന് തുടക്കമിടുകയാണെന്നുമാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിൻ്റെ പ്രഖ്യാപനം. വെള്ളിയാഴ്ച പുലർച്ചെ 1:50 കാബൂളിൽ ആദ്യ സ്ഫോടനങ്ങൾ കേട്ടു തുടങ്ങിയത്. പാക് യുദ്ധവിമാനങ്ങൾ കാബൂളിന് പുറമെ താലിബാൻ്റെ ശക്തി കേന്ദ്രമായ കാണ്ഡഹാറിലും പക്തിയ പ്രവിശ്യയിലും ആക്രമണം നടത്തുകയായിരുന്നു. താലിബാൻ്റെ സൈനിക താവളങ്ങളും ആയുധപ്പുരകളും തകർത്തതായാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന അതിർത്തി തർക്കമാണ് ഇപ്പോൾ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് വഴിമാറുന്നത്. പാകിസ്ഥാൻ്റെ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകിയതായി താലിബാൻ ഭരണകൂടവും അവകാശപ്പെടുന്നുണ്ട്. താലിബാൻ വക്താവ് സബിയുള്ള മുജാഹിദ് പുറത്തുവിട്ട വിവരമനുസരിച്ച് അഫ്ഗാനിസ്ഥാൻ സൈന്യം പാക് സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും നിരവധി പാക് സൈനികരെ വധിക്കുകയും ചെയ്തു എന്നാണ് വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഇത് പാകിസ്ഥാൻ നിഷേധിച്ചിട്ടുണ്ട്. പാക് ആക്രമണത്തിൽ 133 അഫ്ഗാൻ പോരാളികൾ കൊല്ലപ്പെട്ടതായാണ് ഇസ്ലാമാബാദ് ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഈ സൈനിക നീക്കത്തിന് ഓപ്പറേഷൻ ഗസബ്ലിൽ ഹക്ക് എന്നാണ് പാകിസ്ഥാൻ പേരിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ പെട്ടെന്ന് യുദ്ധത്തിലേക്ക് നീങ്ങിയത്? പാകിസ്ഥാൻ താലിബാൻ അഥവാ TTP ഗ്രൂപ്പുകൾക്ക് അഫ്ഗാനിസ്ഥാൻ അഭയം നൽകുന്നു എന്നതാണ് പാകിസ്ഥാൻ്റെ പ്രധാനമായ ആരോപണം. പാകിസ്ഥാനിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങളുടെ ഉറവിടം അഫ്ഗാനിസ്ഥാൻ മണ്ണാണെന്ന് ഇസ്ലാമാബാദ് ആവർത്തിക്കുകയുമാണ്. എന്നാൽ ഈ ആരോപണങ്ങൾ തള്ളിക്കളയുന്ന താലിബാൻ പാകിസ്ഥാൻ തങ്ങളുടെ പരമാധികാരം ലംഘിക്കുകയാണെന്നാണ് കുറ്റപ്പെടുത്തുന്നത്. നിലവിൽ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായാണ് മുന്നോട്ട് പോകുന്നത്. ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇരുപക്ഷത്തോടും സമാധാനം പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു യുദ്ധമുണ്ടായാൽ അത് ഈ മേഖലയിലെ സാമ്പത്തിക സ്ഥിതിയെയും സുരക്ഷയെയും സാരമായി ബാധിക്കും. ലോകം ഉറ്റുനോക്കുന്നത് താലിബാൻ ഭരണകൂടത്തിൻ്റെ അടുത്ത നീക്കത്തിലേക്കും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഇടപെടലിലേക്കുമാണ്.